அப்புறம் வந்து குழப்பம் The most respected kindness സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഭക്തജനങ്ങളെ, നമ്മളിവിടെ ഒരു മഹാസംരംഭം നടത്താൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. നമുക്കറിയാം, കരികാലത്തില് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ആ നാമസങ്കീർത്തനത്തിൽ കൂടി നമുക്ക് ഈശ്വര പ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കും എന്നത് അവിവർത്തിതമാണ്. ആയതിലേക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും മിക്കവാറും ഭാഗവത സപ്താഹ യജ്ഞം നടത്താറുണ്ട്. ഇവിടെയും നമ്മൾ ആ ഒരു സംരംഭത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 12 അധ്യായങ്ങളോട് കൂടിയ സ്കന്ധങ്ങളോട് കൂടിയ കവരങ്ങളും 332 ശാഖകളോട് കൂടിയ 18,000 ശ്ലോകങ്ങൾ അടങ്ങിയ പല്ലവങ്ങളോടും കൂടിയ ഒരു മഹാജ്ഞാന വൃക്ഷത്തിന്റെ തണലിലേക്കാണ് നമ്മളെല്ലാവരും ഇപ്പോൾ വന്നുകൂടിയിരിക്കുന്നത്. അപ്പൊ ഈ തണൽ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് അമൃതമാണ് കിട്ടാൻ പോകുന്നത്. ആ അമൃതം പാനം ചെയ്ത് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനുള്ള ഒരു സുവർണ അവസരമാണ് നമുക്കിവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സാധാരണ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ഭക്തിയാണ് ഏറ്റവും പ്രധാനം. ഭക്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല, നമ്മൾ മോക്ഷത്തിലേക്ക് എത്തിച്ചേരും. അതിനുള്ള ഒരു സൗകര്യം പലപ്പോഴും പലർക്കും കിട്ടാറില്ല. വീടുകളിൽ ഇരുന്ന് അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈശ്വരനാമം ജപിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. നേരെ മറിച്ച് ഇവിടെ 7 ദിവസം നമുക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനം, ആ പീയൂഷം ശ്രവിക്കുവാനും പാനം ചെയ്യുവാനുമുള്ള അവസരമാണ് നമുക്കിപ്പോൾ സംജാതമായിരിക്കുന്നത്. ഈ മഹത് കർമ്മം ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിക്കുവാൻ വേണ്ടി നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംഘാട്ടിയാണ്. തീർച്ചയായിട്ടും ഇതൊരു മഹാസംരംഭമാണ്. ആ സംരംഭം ഭഗവത് നാമത്തില് ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണില് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നാമസങ്കീർത്തനം 7 ദിവസം അഹംപുരം ഇവിടെ തുടരാൻ വേണ്ടി ഈ സത്കർമ്മം ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിക്കുവാൻ ആദരണീയയായ അമ്പുരാട്ടിയോടെ അപേക്ഷിച്ചിട്ടുണ്ട്. ഓം ജാതവേദസേ ശിവാമസോ നമരാതി യതോനിതകാതി വേദഃ സനപരിഷദതി ദുർഗാണി വിശ്വാരാഖേന ദുരിതാപ്യഗ്നി ആമഹിലംകാം തപസാചരന്തി വൈരോചനീം കർമ്മവേഷുഷ്ടാഃ ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ സുതരശിരസേ നമഃ. ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. With the permission of Her Highness Community, we do have another program also here. That is just to release the program schedule of the Sri Kannan Bhajana Mandali. And they are doing it for the 69th instant. And it will be started on 19th of this June. And it will end at 41 days. They are doing it. ഇവിടെ അല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട് ഇദ്ദേഹമാണ് നടത്തുന്നത്. ആ മാമി മാമി
What is രമേശ് രമേശ് നോട്ട്സ് മകനാണ് ലൈൻ നിൽക്കച്ചു അണ്ണാ രാമോശം അണ്ണാ ലൈൻ നിൽക്കച്ചു இந்த பெரிய காப்பி கையில் அது வந்துட்டு பக்கத்தில் கண்ணன் கண்ணன் லைன் வந்து கொஞ்சம் வெயிட் கண்ணன் கிட்டக்கு லைன் லைனை கிட்டக்கு நிற்கச்சு ലക്ഷം രമേശ് കിട്ടക്ക് നേരം കിട്ടക്ക് പോയി വിഷം കിട്ടക്ക് കണ്ണൻ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഹരികാലത്ത് ഭഗവത് നാമ ശ്രവണവും കീർത്തനവും വളരെ വിശേഷമായ ഒരു ഉപാധിയാണ് കരദോഷങ്ങൾ മാറ്റി നിർത്താനായിട്ട്. ഈ അടുത്ത കാലത്ത് വളരെ കൂടുതൽ ശ്രദ്ധയോടെയാണ് എവിടെ നോക്കിയാലും സപ്താഹം നവാഹം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് അവിടെ ഇവിടെ ഓരോ സപ്താഹം അത് വളരെ അങ്ങനെ ഒരു പതിവ് വളരെ കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒന്ന് തീരുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് മാഹാത്മ്യം വായിക്കാനായിട്ട് ആചാര്യന്മാർ ഓടുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ വെൺമണി കൃഷ്ണ നമ്പൂരിയും സപ്താഹം നടത്തിയപ്പോൾ അവര് ഒന്ന് ചൊല്ലുകയുണ്ടായി, ഏവം പരരക്ഷയ്ക്കായി കല്ല് വയ്ക്കും ജോലിക്ക് എന്നെ ഭാവസൂനോ ദേശത്തോറും ചുറ്റിപ്പിക്കണേ. അപ്പൊ അതുമാതിരി ഈ കല്ല് വയ്ക്കുന്ന ജോലി ഇതൊരു വലിയ മഹത്തായ കർമ്മമാണ്. ഈ ഭാഗവതം ആളുകൾക്ക് എത്തിക്കുക, അത് ശ്രീ രാമകൃഷ്ണ ശർമ്മ അങ്ങനെ ചെയ്യുന്നു എന്ന് അറിഞ്ഞത് അദ്ദേഹത്തിന് അതുമായി നേരിട്ട് കൊടുത്ത ഒരു സൗഭാഗ്യമാണ്. നമുക്ക് ചെയ്യാൻ അറിവ് മാത്രം ഉണ്ടായാൽ പോലെ അത് ചെയ്യണമെന്ന് തോന്നണം. അപ്പൊ അത് ഭഗവാൻ നേരിട്ട് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ ശ്രവിച്ച് അതിൻ്റെ പരമാനന്ദം ഇത് കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് ഏകദേശം പത്മനാഭന്റെ വ്രതത്തിൽ തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കുമെന്നുള്ളതിൽ